ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പൊന്നാങ്കണ്ണി ചീര കൊണ്ട് തോരൻ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ പൊന്നാങ്കണ്ണി ചീര പറിച്ചെടുക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്കിത് ഒക്കെ ഒന്ന് നുള്ളിയെടുക്കാം. അപ്പോൾ ഇത് തോരൻ വെക്കാനായിട്ട് നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഇലയെടുത്ത് തണ്ടൊക്കെ നമുക്ക് വീണ്ടും വേറൊരു ചാക്കിലോ ചട്ടിയിലോ എന്തിലെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ട് നട്ട് കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇല എടുത്ത് തോരൻ വെക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നട്ട് പിടിപ്പിക്കുന്നത് നല്ലതാണ്. വളരെയധികം പോഷക ഗുണമുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഇത്രയും ഗുണമുള്ള ഈ ചീര നമുക്ക് നട്ട് പിടിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് വല്ല ചാക്കുകളിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കവറുകളിലും കെട്ടി തൂക്കിയിടുന്ന ചട്ടികളിൽ ഒക്കെ നമുക്കിത് നട്ടു കൊടുക്കാം. ഈ ചീര സാദാ ചീര ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഉപ്പേരി വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ചീരയാണ്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് നമ്മളെ പ്ലാന്റിൻ്റെ ചട്ടിയാണ്. അതിൽ നട്ട് കൊടുത്തതാണ് ഒരു കഷ്ണം. അപ്പോൾ നന്നായി ഉണ്ടായി. ഇതേ രീതിയിലൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നുള്ളിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം. ഇലയൊക്കെ നുള്ളിയിട്ട് മറ്റുള്ള ചീരയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ വൈറ്റമിൻസും ഈ ചീരയിലും ഉൾപ്പെടുന്നുണ്ട്. അതിലുപരി ഈ ചീരക്ക് പ്രത്യേകമായൊരു കഴിവുള്ളത് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ ചീരക്ക് ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ തൈ ഓൺലൈനിലൊക്കെ വളരെ ലഭ്യമാണ്. ഞങ്ങൾ അങ്ങനെയാണ് 2 തൈ വാങ്ങി നട്ടത്. 2 തൈയിൽ നിന്ന് കുറേ അധികം ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കി കുറേ ഉപ്പേരിയൊക്കെ വെച്ച്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ട് നടാൻ ശ്രമിക്കണം. ആരോഗ്യത്തിന് നല്ല പോഷക ഗുണമുള്ള ചീരയൊക്കെ നമ്മൾ കൃഷി ചെയ്ത് നടുമ്പോൾ രോഗപ്രതിരോധ ശേഷി നമുക്ക് അതോടൊപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര കഴുകി വെച്ചതാണത്. നമുക്ക് ഇനി ഇതൊന്നിട്ട് തോരൻ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു സബോളയും 5 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുളകായതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ, അതിൽ നിന്ന് പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ, അതേ ആവശ്യമുള്ളൂ. കടുകിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് തരി ചേർക്കുന്നത് ഉള്ളി നന്നായി പെട്ടെന്ന് മൊരിയാൻ സഹായിക്കുന്നതാണ്. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ഇല ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ നിന്നും ഇളക്കി കൊടുക്കുമ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാകും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വേവുണ്ടാകും, എങ്കിലും നല്ലോണം വേവൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റിയെടുക്കണം. ഒരു സ്വല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒന്ന് സ്വല്പം നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൽ സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് സ്വല്പം നേരം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഉപ്പേരി ഇപ്പോൾ നന്നായി വെന്ത് റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിത് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.